ഞാൻ കണ്ണൻ പട്ടാമ്പി. ഇവിടെ ഹോസ്പിറ്റലിൽ പേര് രാജേന്ദ്രൻ. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, സിനിമ ആക്ടറാണ്, മേജരയുടെ ബ്രദറാണ്. ഞാനിത് 4 വർഷം മുമ്പ് തന്നെ ഇത് കണ്ടതാണ്, ക്രിയാറ്റിൻ്റെ അസുഖങ്ങൾ. അങ്ങനെ നമ്മൾ പല ദിക്കിലും നോക്കി, പല ആയുർവേദ ചികിത്സകൾ നോക്കി. ലാൽ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ബേബി മെമ്മോറിയൽ വരുന്നത്. ലാൽ സാറിൻ്റെ ഫ്രണ്ടാണ് അലസാൻ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരം സുനിൽ സാറിനെ കാണുന്നു. സുനിൽ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. 5, 6 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ക്രിയാറ്റ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് മാത്രം മതി എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് കുറച്ച് കൂടുതലായി, കാലുമ്പിലൊക്കെ നീര്, നടക്കാൻ പ്രശ്നം, തലയിട്ട് വീഴുന്ന രീതിയൊക്കെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ ഓഗസ്റ്റ് 5 ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഭയങ്കര സീരിയസ് ആണ്. ക്രിയാറ്റിൻ 17 ബ്ലഡ് വന്നിട്ട് 6 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അഡ്മിറ്റായി. പെട്ടെന്ന് തന്നെ എന്നെ ഇതിലേക്ക് മാറ്റി, വെന്റിലേറ്റർ. അത് കഴിഞ്ഞ് ഞാനൊരു 17 ദിവസത്തോളം ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിടന്നു. ആ സമയത്ത് തന്നെ കിഡ്നി മാറ്റി വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു, വൈഫ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവാധീനം കൊണ്ട് പലരും വൈഫിനോട് പറഞ്ഞു കൊടുക്കണ്ട, വേണ്ട, ചെറുപ്പമല്ലേ, വേണ്ട എന്ന് പറഞ്ഞു. പുറമെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വൈഫിൻ്റെ നിർബന്ധപ്രകാരം വൈഫ് തന്നെ ഇതെടുത്ത് ചെക്ക് ചെയ്തു. നമ്മൾ വൈഫിൻ്റെ ഇതെനിക്ക് യോജിപ്പായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ തീരുമാനിച്ചു. അതും പല കാരണവശാലും നീണ്ടുപോയി. അങ്ങനെ നമ്മൾ ഏപ്രിൽ 15 ഇവിടെ തീരുമാനിച്ചു. 14 ചെവിയുടെ ഇൻഫെക്ഷൻ കാരണം അന്ന് മാറ്റിവെച്ചു. പിന്നെ ഞങ്ങൾ ജൂൺ 3 ഇവിടെ ചെയ്തു. ഇവിടെ എനിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായത് ഇവിടുത്തെ സ്റ്റാഫും, പ്രത്യേകിച്ച് അജിത്ത്, ഇവിടുത്തെ മാനേജറാണ് അജിത്ത്, പിന്നെ കോർഡിനേറ്റർ നിതിൻ്റെ സഹകരണം, ഇവർ രണ്ടാളുടെയും സഹകരണം കാരണം നമ്മൾ ഇവിടെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞു. വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷയിലും എൻ്റെ രൂപത്തിൽ തന്നെ വളരെ മാറ്റം. 1 മാസം മുന്നേ കാണുന്ന ആൾക്കാർ എന്നെ കണ്ടപ്പോൾ തിരിച്ചറിയില്ല. കാരണം വെച്ചാൽ എല്ലാവരും പറയുന്നു വളരെ മാറ്റം, 6 മാസം കഴിയുമ്പോൾ വളരെ മാറുമെന്ന് പറയുന്നു. എന്തു തന്നെയായാലും ഞാൻ എന്നും എൻ്റെ കുടുംബവും ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനോട് കടപ്പെട്ടിരിക്കും. കാരണം എനിക്കൊരു പുതു ലൈഫ് തന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അലസാൻ ഡോക്ടർ, അങ്ങനെ പലരും ഇവിടെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഡോക്ടർ അഭിലാഷ്, സുനിൽ സാറിനെ പ്രത്യേകിച്ച്, പിന്നെ പൗലോസ് സാറ്, എൻ്റെ എല്ലാമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പൗലോസ് സാറ്. ഇവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അവരുടെ ഒരു സ്നേഹം കൊണ്ടും ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്. എനിക്ക് ഒരു പുതിയ ജീവിതം കിട്ടിയ, എൻ്റെ വണ്ടികളൊക്കെ വിൽക്കാൻ പറഞ്ഞാൽ അതെല്ലാം വേണ്ടാന്ന് വെച്ചു. ഇപ്പം ഞാൻ തന്നെ ഓടിക്കുക. എല്ലാ കാര്യത്തിലും ഞാനൊരു പഴയ 40 വയസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക്സ്.